ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിരപരാധിയായിരുന്നിട്ടും ശിക്ഷിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം യേശുക്രിസ്തു. അവൻ ചെയ്യാത്ത അനവധി കുറ്റങ്ങൾ അവന്റെ മേൽ ചുമത്തി. അവൻ അർഹിക്കാത്ത ഒരുപാട് ശിക്ഷ അവന് കിട്ടി. അവൻ അപമാനിക്കപ്പെട്ടു. വസ്ത്രം അഴിച്ചവനെ മുറിവേൽപ്പിച്ചു, പരിഹസിച്ചു, മുഖത്ത് തുപ്പി, തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചു. ഇതുപോലെ അപമാനിക്കപ്പെട്ട ഒരു നിരപരാധി ഭൂമിയിൽ കാണത്തില്ല. ഇതുപോലെ യേശു അപമാനിതനായി, യേശു ഇതുപോലെ വേദന അനുഭവിച്ചു. പക്ഷെ അപ്പോഴും അവൻ സമാധാനം അനുഭവിക്കുന്നുണ്ടായിരുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് യേശു പറഞ്ഞത് 365 ദിവസവും 24 മണിക്കൂറും പട്ടുമെത്ത വിരിച്ചൊരു ജീവിതം തരാമെന്നല്ല യേശു പറഞ്ഞതിന്റെ അർത്ഥം. 100 കഷ്ടങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ ജീവിതത്തിൽ ഉള്ളപ്പോഴും അതിനെ മുഴുവനും അതിജീവിക്കാവുന്ന മാനസിക ബലം ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് യേശു പറഞ്ഞത്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് യേശു പറയുമ്പോൾ അതിന്റെ അർത്ഥം പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമല്ല, പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന ഒരു ജീവിതമാണ്. ഇന്ന് പകലിൽ അതല്ലേ നമുക്ക് ആവശ്യം? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ആവശ്യം അതല്ലേ? കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്രശ്നം, ഭാര്യയെക്കുറിച്ചുള്ള ദുഃഖം, ഭർത്താവിനെക്കുറിച്ചുള്ള വേദന, അമ്മയെക്കുറിച്ചുള്ള മനപ്രയാസം, ബിസിനസിനെ കുറിച്ചുള്ള വേദന, അയൽവക്കക്കാരനെ കുറിച്ചുള്ള പേടി, ഇങ്ങനെ മനസ്സിനെ അലട്ടുന്ന അനവധി പ്രശ്നങ്ങൾ. ഒരു സാധാരണക്കാരന മനുഷ്യന് അഭിമുഖീകരിക്കാൻ കഴിയുന്നതിലും അപ്പുറമായ വേദനയോടുകൂടിയാണ് ആധുനിക മനുഷ്യൻ ജീവിക്കുന്നത്. വളരെ ലോകം പുരോഗമിച്ചിട്ടുണ്ട്, വളരെ സൗകര്യങ്ങൾ ആളുകൾക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ആധുനികത ഒരു പരിധി വരെ നമ്മുടെ പണിഭാരം കുറച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഇതുകൊണ്ടൊന്നും മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം ഇതുകൊണ്ടൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. അനവധി വേദനകളുടെ നടുവിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോകുന്നു. ഇന്ന് രാവിലെ ബോംബെയിൽ നിന്നൊരാൾ എന്നെ ടെലിഫോൺ ചെയ്തു. പേര് ചോദിച്ചിട്ട് പറഞ്ഞില്ല, ബോംബെ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് വിഷയം? ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ സമാധാനമില്ലാതെ വളരെ ഭാരപ്പെടുന്നു. എന്റെ നമ്പർ എവിടുന്ന് കിട്ടി? എന്റെ ഒരു സുഹൃത്ത് തന്നതാന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി അവർ സ്വയം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, അവർ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അവർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്. ടെലിഫോണിലൂടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തീർന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഞാനൊരു ആശ്വാസം അനുഭവിക്കുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞു. അതെ, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള സമാധാനം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് സങ്കല്പമല്ല, ഇത് ഭാവനയല്ല, ഇത് ഊഹം വെച്ചുള്ള ഒരു വെടിയല്ല. ദൈവത്തിന്റെ വചനം ഇപ്പോഴും ശക്തിയുള്ളതാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇതിനെക്കുറിച്ചുള്ള ദൈവവചനത്തിന്റെ വിശദീകരണം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദൈവവചനത്തിനാണല്ലോ ശക്തി. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഞാൻ ആ വചനം ഒന്നുകൂടെ വായിക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. യേശുക്രിസ്തു തരുന്ന സമാധാനം എന്താണ് എന്ന് നാം ഇതുവരെ ചിന്തിച്ചു. അത് എങ്ങനെ പ്രാപിക്കാം എന്ന് ഈ വാക്യം വെളിപ്പെടുത്തുന്നു. ഇവിടെ ചില കാര്യങ്ങൾ ലളിതമായിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. 2, നിങ്ങൾ എല്ലാ വിഷയവും പ്രാർത്ഥനയാൽ ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരണം. 3, അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ദൈവത്തിന്റെ സമാധാനം, ദൈവീക സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം നമുക്ക് ലഭിക്കുവാനുള്ള മാർഗം 2 കാര്യമാണ്. 1, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കുക. 2, എല്ലാറ്റിനു വേണ്ടിയും പ്രാർത്ഥിക്കുക. വിചാരപ്പെടരുത് എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ വിചാരപ്പെടുന്ന ഒരാളോട് വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ
ചുമയ്ക്കുന്ന ഒരാളോട് ചുമയ്ക്കണ്ട എന്ന് പറയുന്ന പോലെ ഇരിക്കും. എനിക്ക് ഭയങ്കര ചുമയാണല്ലോ ഡോക്ടറെ, നിങ്ങൾ എന്തിനാ ചുമയ്ക്കുന്നത്, നിങ്ങൾ ചുമയ്ക്കാതിരുന്നാൽ മതി എന്നൊരു ഡോക്ടർ പറയില്ല. കാരണം ആ ചുമ മാറാനുള്ള മരുന്ന് കൊടുത്താലേ അയാൾക്ക് ചുമയ്ക്കാതിരിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ വിചാരപ്പെടുന്ന ഒരാളോട് വിചാരപ്പെടണ്ടെന്ന് പറഞ്ഞാൽ അതൊരർത്ഥമില്ലാത്ത വാക്കാണ്. അയാൾക്ക് വിചാരപ്പെടാനായിട്ട് എന്തോ ഒരു കാരണകത്തുണ്ട്, അതിനാണ് മരുന്ന് കൊടുക്കേണ്ടത്. അതിനുള്ള മരുന്നാണ് പറഞ്ഞത് പ്രാർത്ഥന. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാ വിഷയവും പ്രാർത്ഥനയോടുകൂടെ ദൈവത്തോട് അറിയിക്കണം. അപ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്. ഇതിനെക്കുറിച്ച് മനഃശാസ്ത്രം പറയുന്ന വാക്കുകൾ വേണമെങ്കിൽ ഇവിടെ നമുക്ക് യോജിപ്പിക്കാം. മനസ്സിനകത്തെ ഭാരങ്ങളും ചിന്തകളും ഒരു ഉറ്റ സുഹൃത്തിനോട് തുറന്നു പറഞ്ഞാൽ അത് കുറയുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇവിടെ അതിനേക്കാളും അനുഗ്രഹിക്കപ്പെട്ടൊരു മാർഗം തുറക്കുകയാണ്. നിങ്ങളുടെ ഭാരങ്ങളും ദുഃഖങ്ങളും നിങ്ങൾ ഒരു ഉറ്റ സുഹൃത്തിനോട് പറയുമ്പോൾ അത് ആ സുഹൃത്ത് ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. പക്ഷെ ആ സുഹൃത്ത് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ആളാണെങ്കിലോ, നിങ്ങളുടെ പ്രശ്നം അതിന്റെ ഉള്ള തൂക്കത്തിൽ അറിയുന്നയാളാണെങ്കിലോ, നിങ്ങളുടെ പ്രശ്നം അതുപോലെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണെങ്കിലോ, നിങ്ങളുടെ ആശ്വാസം വർദ്ധിച്ചു വരുന്നത് കാണാം. അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. യേശു അവിടെ ഒന്നും നിൽക്കുന്നില്ല, അതിനപ്പുറം കടക്കുന്നു. നിങ്ങളുടെ പ്രശ്നം ഉള്ള തൂക്കത്തിൽ ഉള്ള അളവിൽ അവൻ അറിയുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ അതേ ശരീരത്തിൽ അവൻ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ചിട്ടുണ്ട്. ബൈബിൾ എന്തു പറയുന്നു? പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ, കഷ്ടപ്പെടുന്നവരെ സഹായിപ്പാൻ യേശു കഴിവുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനോട് നിങ്ങൾ നിങ്ങളുടെ മനോവേദനകൾ തുറന്നു പറയുമ്പോൾ അവന് നിങ്ങളുടെ വേദനയുടെ ആഴം നന്നായി മനസ്സിലാവും. കാരണം അവൻ നിങ്ങളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ട്. 2, അവൻ ഈ പ്രശ്നത്തെ മുഴുവൻ അതിജീവിച്ചവനാണ്. 3, അവൻ ഇന്ന് ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിങ്ങളെ സഹായിക്കുവാനും നിങ്ങളെ കൈപിടിച്ചുയർത്തുവാനും യേശു ശക്തനാണ്, മതിയായവനാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യൻ തന്നെ, വാക്കുമാറാത്തവൻ തന്നെ.